ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏട്ടത്തിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടല്ലോ. ദൈവം ഉണ്ടല്ലോ, അപ്പോ പ്രേതവും പിശാചും ഒക്കെ ഉണ്ട്. എന്തായാലും ഇനി രാധികയോട് അടുക്കാനൊന്നും നിക്കണ്ട. അവളുടെ ശരീരത്തിൽ നിന്നും പ്രിയങ്കയുടെ ആത്മാവ് പുറത്തു പോട്ടെ. എന്നിട്ട് മതി അടുത്ത് വിളിക്കലും സ്നേഹം കാണിക്കലും ഒക്കെ. എന്താ അമ്മയ്ക്ക് വേണ്ടത്? എന്താ എന്താ യശോദേ? ഞാൻ നോക്കുമ്പോ അമ്മ നമ്മുടെ രണ്ടുപേരുടെയും ഫോണൊക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ടായിരുന്നു. എന്താമ്മേ, ആരുടെയെങ്കിലും നമ്പറിന് വേണ്ടിയാണോ? എങ്കിൽ ഞാൻ എടുത്തു തരാം. അമ്മ എന്താന്നും പറയാത്തെ? ഞാൻ എന്തെങ്കിലും വേണ്ടി അത് ഭ്രാന്താണെന്ന് പറയാനല്ലേ? എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. എന്തായാലും അമ്മ ബഹളം വെച്ചില്ലല്ലോ, അത് തന്നെ ഒരു ആശ്വാസം. ബഹളം വയ്ക്കാതിരിക്കുന്നതും മാനസിക രോഗത്തിന്റെ മറ്റൊരു ഘട്ടമാണെന്ന് അമ്മയെ കാണിച്ച ഡോക്ടർ പറഞ്ഞിരുന്നു. ചില ആളുകൾ മൗനത്തിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു കിട്ടാനും പ്രയാസമാണത്രേ. അങ്ങനെയാണെങ്കിൽ അമ്മയെ വീണ്ടും ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാല്? കൊണ്ടുപോകണം. കൊണ്ടുപോകാതെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് ഒട്ടും മിണ്ടാത്തൊരവസ്ഥ വന്നാലോ? അക്രമവാസന കുറഞ്ഞൊന്നാ നമ്മൾ കരുതിയത്. അത് തെറ്റായിപ്പോയി. മരുന്നിന്റെ ഡോസ് ഒട്ടും കുറയ്ക്കണ്ട. ഈശ്വര, പഴയതുപോലെ ഒന്നും ഉണ്ടാവാതിരുന്നാ മതി. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അമ്മേ പതുക്കെ. അയ്യോ ഇരിക്കവിടെ. അമ്മേ അമ്മേ, എന്തു പറ്റിയതാ? എന്നെ ആരോ തള്ളിയിട്ടതാ. എന്റെ പുറകില് ആരോ ഉണ്ടായിരുന്നു. അയ്യോ, ആര്? എനിക്ക് ഉറപ്പാ, ആരോ ഉണ്ടായിരുന്നു എന്റെ പുറകില്. എന്താ ഏട്ടതി, എന്താ പറ്റിയേ? അത് അമ്മ സ്റ്റെപ്പിൽ താഴേക്ക് വീണു. താഴേക്ക് ഉരുണ്ടുകൊണ്ട് വരെയായിരുന്നു. അപ്പോഴേക്ക് ഞാൻ വന്ന് പിടിച്ചു. ഏട്ടത്തി ഇത് എവിടെ നോക്കിയാ നടക്കുന്നേ? എന്തെങ്കിലും പറ്റിയോ? എനിക്ക് നല്ല പുറമേദനയുണ്ട്. കൽപ്പനേ, കൽപ്പനേ, ഒരു കാര്യം വന്നാ വിളിച്ചാ കാണില്ല. ആ കണ്ണാടിയുടെ മുന്നിൽ നിന്നെങ്ങാനും മേക്കപ്പ് ചെയ്യായിരിക്കും. കൽപ്പനേ. എന്താ ചെറിയമ്മേ? നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? ഏട്ടത്തിന്റെ സ്റ്റെപ്പിന്ന് വീണു, വയ്യാണ്ടിരിക്കുവാ. അയ്യോ അമ്മേ, എന്താ അമ്മേ? കൈക്കെന്തെങ്കിലും പറ്റിയോ? എന്നെ ആരോ തള്ളിയിട്ടതാ. അതെനിക്ക് ഉറപ്പാ. രാധികെ, നീ പോയി കുറച്ച് ബാം എടുത്തോണ്ട് വാ, നമുക്ക് ഏട്ടത്തി കിട്ടുകൊടുക്കാം. ഏട്ടത്തി, തള്ളിയിട്ടെന്നുള്ളത് തോന്നലാണോ അതോ? തോന്നലല്ല,
എന്നെ പിടിച്ചു തള്ളിയത് തന്നെയാ. അപ്പോ പ്രിയങ്കയുടെ പ്രേതം കളി തുടങ്ങി. എന്താ ചെറിയമ്മേ പറയുന്നേ? പ്രിയങ്കയ്ക്ക് എല്ലാവരോടും ദേഷ്യമല്ലേ, പ്രത്യേകിച്ച് രാധികയെ മരുമകളായി സ്വീകരിച്ച ഏട്ടത്തിയോട് എന്തായാലും ദേഷ്യം ഉണ്ടാവും. ഇത് ചെയ്തത് ആരാന്ന് അന്വേഷിക്കുകയേ വേണ്ട, രാധിക തന്നെയാ. അതെങ്ങനെയാ? ഞാനിവിടെ താഴേക്ക് വീഴുമ്പോ താഴേന്ന് വന്നല്ലേ രാധിക എന്നെ പിടിച്ചത്. പിന്നെ അവൾ എങ്ങനെ മുകളിൽ നിന്ന് തന്നെ തള്ളി വീഴ്ത്തും? അമ്മേ, പ്രേതങ്ങള് എവിടെ നിന്നാ വരിക, എവിടെ വെച്ചാ തള്ളി വീഴ്ത്താന്നൊക്കെ നമുക്ക് വല്ല നിശ്ചയമുണ്ടോ? എന്തായാലും അമ്മ സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോ ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഏട്ടത്തി, ദുരാത്മാക്കള് ഒരേ സമയത്ത് 2 സ്ഥലത്തോ 3 സ്ഥലത്തോ ഒക്കെ പ്രത്യക്ഷപ്പെടും. രാധിക മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്. പ്രിയങ്ക അവളെ കൊണ്ട് ചെയ്യിക്കുന്നതാ. അവള് ലക്ഷ്യം വച്ചിരിക്കുന്നതേ ഏട്ടത്തിയെ തന്നെയാ. ഓ എന്റെ ദൈവമേ, പേടിയായിട്ട് ഈ കുടുംബത്തെ നിക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ മറ്റുള്ളവർക്ക് ഇത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഏട്ടത്തിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടല്ലോ. ദൈവം ഉണ്ടല്ലോ, അപ്പോ പ്രേതവും പിശാചും ഒക്കെ ഉണ്ട്. എന്തായാലും ഇനി രാധികയോട് അടുക്കാനൊന്നും നിക്കണ്ട. അവളുടെ ശരീരത്തിൽ നിന്നും പ്രിയങ്കയുടെ ആത്മാവ് പുറത്തു പോട്ടെ. എന്നിട്ട് മതി അടുത്ത് വിളിക്കലും സ്നേഹം കാണിക്കലും ഒക്കെ. അമ്മേ, അമ്മയ്ക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അമ്മേ ഞങ്ങൾ ഇതൊക്കെ പറയുന്നേ. അമ്മേ, അമ്മയൊന്ന് സൂക്ഷിക്കണം. ഏട്ടത്തി എണീക്ക്, നമുക്ക് ആ സെറ്റിയിലോട്ട് ഇരിക്കാം. വാ അമ്മേ. അമ്മേ പതുക്കെ പതുക്കെ. അയ്യോ വേദനിക്കുന്നുണ്ടല്ലോ. ശ്ശോ. പോട്ടെ, പോട്ടെ. പതുക്കെ പതുക്കെ ഇവിടെ ഇരുന്നു അമ്മേ. ഇരുന്നു. തൽക്കാലം കൂടുതലൊന്നും വരാതിരുന്നത് ഭാഗ്യം. അമ്മേ കൈ. ഞാൻ പുറത്തു തരാം. വേണ്ട, അത് ഇവരുടെ കൈ കൊടുത്താൽ മതി. അമ്മ ഞാൻ പുറത്തു തരാന്ന്. നിനക്ക് നിർബന്ധമാണല്ലേ? എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് കരുതണ്ട. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഏട്ടത്തി, ഒന്നും പറയാൻ നിക്കണ്ട. രാധികെ, നീ അകത്തേക്ക് ചെല്ല്. ഇല്ല, അമ്മ വേദന എടുത്തിരിക്കുമ്പോ എനിക്കെങ്ങനെ അകത്ത് പോകാൻ പറ്റാ? എന്റെ വേദന ഞാൻ സഹിച്ചോളാം. നിന്നോട് അകത്ത് പോകാൻ പറഞ്ഞില്ലേ?